ആശംസകൾ അറിയിക്കുന്നതിനായി മലങ്കര സഭയുടെ ബഹുമാന്യ വൈദിക ട്രസ്റ്റിയും സെമിനാരി അധ്യാപകനുമായ ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ടിനെ സാദരം ക്ഷണിക്കുന്നു. Father Dr. Johns Abraham Conant, the priest trustee, will give his felicitation. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, His Eminence Cardinal Kurt Koch, all the members of the international delegation, അഭിമന്യരായ മെത്രാപ്പൊലീത്തന്മാരെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളുമേ, ബഹുമാന്യരായ വൈദികരെ, മറ്റ് സഹോദരി സഭകളിൽ നിന്ന് എത്തിയിട്ടുള്ളതായ പ്രതിനിധികളെ, സിസ്റ്റേഴ്സ്, കർത്താവിനാൽ അനുഗ്രഹീതരായ എല്ലാ വിശ്വാസികളുമേ, 200 വയസ്സിൻ്റെ നിറവിലെത്തിയിരിക്കുന്നതായ പഴയ സെമിനാരിയുടെ ദ്വിശതാബ്ദി ആഘോഷങ്ങൾക്ക് എല്ലാ ആശംസകളും ആദ്യമേ നേരുന്നു. സഭയുടെ ആദ്യത്തെ സെമിനാരി എന്ന് പഴയ സെമിനാരിയെ വിളിക്കാമോ എന്ന് ചോദിച്ചാൽ യെസ് എന്നും നോ എന്നും ഉത്തരം നൽകാം. കാരണം സഭയിൽ വൈദികരുണ്ടായ കാലം മുതൽ വൈദിക പരിശീലനവും ഉണ്ടായിരുന്നു. മൽപ്പാൻ ഭവനങ്ങൾ സെമിനാരി എന്ന പേരിൽ വിളിക്കപ്പെട്ടിരുന്നവയും അല്ലാത്തവയും ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ സെമിനാരികൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ക്രമീകൃതമായ വിധത്തിൽ കേന്ദ്രീകൃതമായ ഒരു വൈദിക വിദ്യാഭ്യാസം നടപ്പാക്കിയ ആദ്യത്തെ സെമിനാരിയാണ് പഴയ സെമിനാരി. അതുകൊണ്ട് ഇതാണ് ആദ്യത്തെ സെമിനാരി എന്നും വേണമെങ്കിൽ പറയാം. It is actually the Roman Catholic Church who showed us the way, who showed us the advantages of establishing such seminaries where clergy can be trained systematically and in a centralized manner. Seeing the seminaries of the Roman Catholic Church, which they established in Kodungalur and Vaipinkota, our fathers thought that it would be advantageous for us also to have such seminaries. But we had to wait nearly 200 years for the church to take a decision in that line. And actually in 1809, the fathers of the church took a decision to establish 2 seminaries, one for the south and one for the north. And 6 years later, it was partially put into practice by establishing this seminary in 1815. എന്നാൽ 1809 ആ തീരുമാനം പൂർണ്ണമായി നടപ്പാക്കേണ്ടതിന് പിന്നെയും 150 വർഷത്തിലകം നമുക്ക് കാത്തിരിക്കേണ്ടിയിരുന്നു വന്നു. ഇന്ന് സഭയ്ക്ക് വടക്കൊരു സെമിനാരി ഉണ്ട്, നാഗ്പൂർ സെമിനാരി വളരെ ഭംഗിയായിട്ട് സഭയുടെ നോർത്ത് ഇന്ത്യൻ മിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 1809 സഭാപിതാക്കന്മാർ എടുത്തതായ നിശ്ചയം പൂർത്തീകരിച്ചു എന്ന് ഇന്ന് സഭയ്ക്ക് അഭിമാനിക്കാം. ഈ സെമിനാരി സ്ഥാപിച്ച കാലം മുതൽ ഇതൊരു വൈദിക പരിശീലന കേന്ദ്രം മാത്രമായിരുന്നില്ല, സഭയുടെ നട്ടെല്ലും സഭയുടെ കേന്ദ്രവുമായിരുന്നു. 1951 മാത്രമാണ് സഭാകേന്ദ്രം ഇവിടെ നിന്ന് ദേവലോകത്തേക്ക് മാറ്റപ്പെട്ടത്. വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയും സഭയ്ക്ക് നേതൃത്വം കൊടുത്ത വലിയ പിതാക്കന്മാർ താമസിച്ച് സഭയെ നയിക്കുകയും ചെയ്ത സ്ഥലമാണ് പഴയ സെമിനാരി, ഇന്ന് ഓർത്തഡോക്സ് സെമിനാരി എന്നറിയപ്പെടുന്ന ഈ സ്ഥലം. ഇന്നും സഭയുടെ ഒരു വൈദിക പരിശീലന കേന്ദ്രം മാത്രമല്ല ഈ സെമിനാരി എന്നുള്ളത് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെ ഓർക്കുന്നു. സഭയ്ക്ക് ആത്മീകവും ബൗദ്ധികവുമായ എല്ലാ ആഹാരവും പകർന്നു കൊടുക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ, പ്രസ്ഥാനങ്ങൾ സെമിനാരിയോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്നു. ദിവ്യബോധനം, സ്കൂൾ ഓഫ് ലിറ്റർജിക്കൽ മ്യൂസിക്, സഭയുടെ കൗൺസിലിംഗ് പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ വൈദിക സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ, സഭയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളും ബൗദ്ധികമായ അറിവ് പകരുന്നതായ സമാഹാരങ്ങളും പ്രസിദ്ധീകരിക്കുന്നതായ ഒരു കേന്ദ്രം എന്നുള്ള നിലയിലെല്ലാം സഭയ്ക്ക് നട്ടെല്ലായി നിന്നുകൊണ്ട് പിന്തുണ നൽകിക്കൊണ്ട് ഈ സെമിനാരി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായി പ്രവർത്തിക്കുന്നു. വരും കൊല്ലങ്ങളിൽ ഇനിയും നൂറ്റാണ്ടുകൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സഭയ്ക്ക് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.